ഹായ് മൈ ഫ്രണ്ട്സ്, ഇന്നൊരു ക്യൂട്ട് പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളൊരു ഡയലോഗ് ഉണ്ട്, വളരെ സിമ്പിളാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല, കാരണം ഇത് ഇച്ചിരി പാടാണ് കേട്ടോ. ആദ്യമൊക്കെ സിമ്പിളാണ്, അവസാനത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ളത്. പക്ഷേ ശ്രമിച്ചാൽ പറ്റും. കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള കളർ പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് വായു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വെക്കേഷന് കളിക്കുന്ന കൂട്ടുകാർക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എടുക്കുന്ന പേപ്പറിൻ്റെ അളവും അതുപോലെ നമ്മൾ ഏത് അളവിലാണ് മടക്കുന്നതെന്നൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരളവാണ്, നമ്മളുടെ ഒരു ഊഹം വെച്ച് മടക്കി അങ്ങോട്ട് ചെയ്താൽ മതി. ഇതൊന്നും അത്ര വലിയ പാടുള്ളതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവസാനമാകുമ്പോഴാണ് കുറച്ച് ഒരു ടഫായിട്ടുള്ളത്. അപ്പോൾ മടക്കുമ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ മടക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മിൽക്ക് ബോക്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. Fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പിൽ കിട്ടും. ഇനിയാണ് കുറച്ച് ടഫായിട്ടുള്ള സ്റ്റെപ്പ്. ഈ ഭാഗങ്ങൾ ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു സൈഡ് ഈസിയാണ് കേട്ടോ, കാരണം മടക്കിയിട്ട് ശരിയാവാത്തത് മറുഭാഗത്തുകൂടെ കൈയിട്ടിട്ട് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ ഒരു ഇത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ, തിരക്ക് കൂട്ടി ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആകെ കുളമായി പോവും. പതുക്കെ ക്ഷമയോടെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ് ടഫാക്കണതല്ല, ചിലർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഈസിയാണെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്, പക്ഷേ അവസാനമാണ് കുറച്ച് പണി പാളിയത്. എന്നാലും ചെയ്തെടുത്തു. ഈ ഒരു ഭാഗത്താണ് കുറച്ച് ടഫ് കേട്ടോ. ഇത് ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് വന്നത്. നമ്മൾ ആ മടക്കുകളിൽ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ നോക്കി മടക്കിയെടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്രിക്ക് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ 2 ഉണ്ടാക്കി കേട്ടോ. ഇവിടെ മാത്രം കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ മിൽക്ക് ബോക്സ് ആയിട്ട് കളിക്കാനൊക്കെ എടുക്കാം കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കാര പണികളാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. 2 ഉണ്ടാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് സ്ട്രോ വേണം. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ നമ്മളിതുപോലെ ഒരു പേപ്പർ ട്യൂബ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് കളർ പേപ്പർ ഇതുപോലെ സ്ട്രിപ്പായി കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്നും കൂടിയും ഒരു ഭംഗിക്കായിട്ട് ഇതുപോലെ 2 വൈറ്റ് പേപ്പറൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഫസ്റ്റ് 1 ഉണ്ടാക്കുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.